എത്ര രൂപയായി? 22,500 നിന്നെ കിട്ടും തൊട്ടൊക്കെ വശമാണല്ലോ. ചേച്ചി പഴംപൊരി ഉണ്ടോ? പഴംപൊരിയുണ്ട്, കേക്കും ഉണ്ട്. ഇപ്പൊ വരെ ഇതേണ്ണ ചായ. അണ്ണന് പഴംപൊരി വേണോ അതോ കേക്കാറ്റ വേണോ? ഇപ്പോഴെല്ലാം പപ്സ് കുത്തിക്കറ്റി. ചേച്ചി ഒരു പഴംപൊരി. അല്ലണ്ണാ ഏതാ കൊച്ച്? നേരത്തെ നല്ല സംസാരമായിരുന്നല്ലോ രണ്ടാളും. എടാ അവളില്ലേ, ആ അവള് നമ്മുടെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വരുന്ന ചില ക്യാരക്ടേഴ്സില്ലേ? അതാ വന്നു. അല്ല പിന്നെ നമ്മുടെ ലൈഫിൽ കൂടെ ചേർത്ത് പിടിക്കാൻ തോന്നുന്ന ചില ക്യാരക്ടേഴ്സില്ലേ? അങ്ങനൊരു ക്യാരക്ടറാണ്. പേര് ദുർഗ. ദ ബെസ്റ്റ് ക്യാരക്ടർ ഐ ഹാവ് എവർ സീൻ. എൻ്റെ പൊന്നാണ് ഇതൊക്കെ എവിടുന്ന്? ഈ ക്യാരക്ടർ നമ്മുടെ പടത്തിലുണ്ടാ? അല്ലേ തന്നെ റീവർക്ക് ചെയ്ത് മടുത്ത്. ഇനി പ്രൊഡ്യൂസർ ഓക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അയാളിനി ഓക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പൊന്നാണ് അങ്ങനെയൊന്നും പറയല്ലേ, എൻ്റെ വീട് പണി വേദി കിടക്കാം. ഇത് കണ്ടുകൊണ്ടാണ് നീ വീട് പണി തുടങ്ങിയത്? ഇത് കണ്ടുകൊണ്ടല്ല, ഹോം ലോണൊക്കെ വെച്ച് തുടങ്ങിയ പരിപാടിയാണ്. പാഷനും ഫോളോ ചെയ്ത് ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞ് ഇപ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോയി. എന്നാ പിന്നെ നമുക്ക് സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്യാം. ഇനി അതേ ഉള്ളൊരു വഴി. എടോ ശരിക്കും എൻ്റെ കാലിനെന്താ പറ്റി? അതൊരു ആക്സിഡൻ്റ് ആടോ. ഇപ്പോൾ കുറച്ചായി ഞാൻ ഈ വീൽ ചെയറിൽ തന്നെയാണ്. ഡാ 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 എന്താ നീ ഇത് കണ്ട? കൊള്ളാലോ. ഇനി പടത്തിന് വേറെ സിംഗറിനൊന്നും നോക്കണ്ടല്ലോ. അതല്ലെന്ന്, പിന്നെ ഞാൻ അവളെ പ്രൊപ്പോസ് ചെയ്താലോ എന്ന് ആലോചിക്കാം. എൻ്റെ പൊന്നെണ്ണ അണ്ണത് എന്താണ്? അണ്ണൻ ചുമ്മാ ബാംഗ്ലൂർ ഡേയ്സ് കളിക്കാൻ നിൽക്കല്ലേട്ടാ. എന്താണ് നീ അങ്ങനെ പറഞ്ഞു? എനിക്കൊരു ഇഷ്ടം തോന്നി, അത് ഞാൻ നിന്നോട് പറഞ്ഞു. അതങ്ങനെ കണ്ടാൽ പോരെ? നീ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട കേട്ടോ. എൻ്റെ പൊന്നെണ്ണ അണ്ണന് ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. അണ്ണൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതൊക്കെ പ്രാക്ടിക്കൽ ഓക്കെ ആവുന്ന കാര്യങ്ങളാണ്. അണ്ണനല്ലേ പറഞ്ഞേ ആ കൊച്ചു ഭയങ്കര പോസിറ്റീവ് മൈൻഡാണ്, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാന്നൊക്കെ. ആ കൊച്ചു അറിഞ്ഞുകൊണ്ട് ഓക്കെ പറയും തോന്നണ്ട. മനസ്സുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കപ്പിളാകാൻ പറ്റുമായിരിക്കും, പക്ഷേ പ്രാക്ടിക്കലി അത് ഓക്കെ അല്ല. എടാ എടാ കണ്ണ, ഞാനവളെ ഇഷ്ടപ്പെട്ട് സിൻസിയറായിട്ടാടാ. പിന്നെ നമ്മളൊരു പെൺകുട്ടീനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ അന്ന് മുതൽ അവളെ നമ്മളെ സ്വന്തമായിരിക്കും. അതായത് ഒരു പുതിയ ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും അവളെ നമ്മൾ സ്വന്തമാക്കാനല്ലേ നോക്കത്തുള്ളൂ. അതത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ.
ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റത്തില്ലടാ. പിന്നെ നമ്മൾ സിനിമാക്കാർ പണ്ട് മുതലേ കേട്ടു വളർന്നത് ഒരുമിക്കാതെ പോയ പ്രണയത്തെ പറ്റിയാണല്ലോ. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ അവൾ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടല്ലോ. രണ്ടും കൽപ്പിച്ച് ഞാൻ പറയാൻ പോവാം. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ ഹലോ, എന്താ ബിസിയാണോ? സ്ക്രിപ്റ്റ് വർക്കൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെ പോവുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസറിൻ്റെ പേരിൽ തന്നെ വെക്കേണ്ടിരുന്നത് തോന്നുന്നു. അതെന്താ? അങ്ങയുടെ സജഷൻ കേട്ട് സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്ത് ഞങ്ങൾ മടുത്തു. അല്ല അതൊക്കെ പോട്ടെ, താൻ ഇൻസ്റ്റയിലും ട്രെൻഡാണല്ലോ. പിന്നെ എപ്പോഴെങ്ങനെ ഇരുന്നാൽ മാത്രം മതിയോ? നമുക്ക് ഇഷ്ടമുള്ളത് കൂടെ ചെയ്യണ്ടേ? താൻ ആ പറഞ്ഞത് ശരിയാ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുമ്പോഴാണ് നമ്മളെപ്പോഴും സക്സസ് ആവുന്നത്. പിന്നെ താൻ തൻ്റെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ, അതുകൊണ്ടാണ് താൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. മോട്ടിവേഷനൊക്കെ നല്ലതാ, വെറുതെ കോമഡി ആക്കാതെ. ആ എനിക്ക് പിന്നെ അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നാ താൻ വേറെന്തെങ്കിലും പറ. വേറെന്തേലും എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ പറയുമ്പോൾ താൻ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നേരിട്ട് പറയണമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ എനിക്കതിനുള്ള ധൈര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും താൻ പറയടോ. എനിക്ക് സങ്കടമാവെന്ന് വെച്ച് താൻ പറയാതിരിക്കണ്ട. ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലല്ലോ, അതുകൊണ്ട് താൻ ധൈര്യമായി പറഞ്ഞോ. അയ്യോ, ഞാൻ തനിക്ക് ഫീലാവാൻ വേണ്ടി പറഞ്ഞല്ല, ഞാനങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയാത്തതുകൊണ്ട് പറഞ്ഞാണ്. താൻ കിടന്ന് ലാഗ് അടുപ്പിക്കാതെ കാര്യം പറയടോ. അതായത് വലിയ കാര്യമൊന്നുമില്ല. അതായത് എനിക്കെന്നെ ഇഷ്ടമാണ്. തനിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്താലും ഞാൻ തൻ്റെ കൂടെ കാണും. പിന്നെ തന്നെ കെട്ടുവാണെങ്കിൽ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരിക്കും, സത്യം. ഹലോ ഹലോ The number you are trying to call is currently not reachable. Please try again later. കണ്ണാ, ഏ എടാ എന്താ? ഞാൻ അവളോടെല്ലാം പറഞ്ഞടാ, പക്ഷെ അവൾ തിരിച്ചെന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ വിളിക്കുമ്പോഴാണെങ്കിൽ സ്വിച്ച് ഓഫും. അടിപൊളി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിനൊന്നും നിൽക്കണ്ടെന്ന്. അപ്പോൾ അണ്ണൻ വലിയ നന്മാരും കളിക്കാൻ പോയി. ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് വരെ കളഞ്ഞപ്പോൾ സമാധാനമായില്ലേ? എടാ നീ എന്നെങ്കിലും ഇരുന്ന് കുറ്റപ്പെടുത്താതെ എന്തേലും ഐഡിയ പറഞ്ഞാടാ. ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നല്ലേ പറഞ്ഞ്. ഇനിയിപ്പോൾ തിരിച്ചു വിളിക്കാൻ നിൽക്കണ്ട. ഇത്രയും നാൾ മെയിൻറ്റെയിൻ ചെയ്ത ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്തതിൻ്റെ ദേഷ്യത്തിൽ കട്ട് ചെയ്തായിരിക്കത്തുള്ളൂ. എന്തായാലും നേരി കണ്ട് പ്രപ്പോസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നല്ലേ. നേരി കണ്ട് അണ്ണൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നങ്ങ് പറ. എല്ലാം അങ്ങ് സെറ്റായിക്കോളും. സെറ്റാവുമായിരിക്കും അല്ലേ? പിന്നെ സെറ്റാവാതെ അവിടെ പോകാൻ. അണ്ണൻ വന്ന് കിടക്കാൻ നോക്ക്. എടാ ഒന്നുകൂടൊന്ന് വിളിച്ച് ആണോന്ന് പോയാണ്ടോ ഉറങ്ങാനും സമ്മതിക്കൂല. രാത്രി ഓരോ പ്രേമമായിട്ട് വന്നോളൂ. ഹലോ സാർ. ഹലോ കാർത്തി, എത്രയും പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് വാ. ഇവിടെ ആക്ടർ പ്രകാശ് കൂടെയുണ്ട്. നമുക്ക് ആ സ്ക്രിപ്റ്റിലൊന്നിരിക്കാം. എനിക്കൊന്ന് അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. താൻ എന്താണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ? ആക്ടർ പ്രകാശ് പോലൊരാള് ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നപ്പോൾ തനിക്ക് മാത്രം എന്താണ് ഒരു അർജന്റ്? ഒന്ന് പെട്ടെന്ന് പാടോ. ഓക്കെ സാർ, ഓക്കെ.
സാർ നമ്മൾ ഹീറോയും ഹീറോൻ്റെ അച്ഛനും കൂടി കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാമറ ചാർജ് ചെയ്ത് ആ കാറിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കാർ ബ്രേക്ക് ഡൗൺ ആവുക. മോനും നമ്മളുള്ളൊരു കെമിസ്ട്രിയുടെ പെട്ടെന്ന് അവിടെ വർക്കൗട്ടായി. പെട്ടെന്ന് കാറ് മാറ്റാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സോറി സാർ, റിയലി സോറി സാർ. സോറി സാർ. The person you are trying to സോറി സാർ, റിയലി സോറി സാർ. കുഴപ്പമില്ല, അടുത്ത് സംസാരിക്കേ. ഹലോ കാർത്ത, നീ എത്ര ടൈമായിട്ട് ട്രൈ ചെയ്യുക? നിനക്കൊന്ന് ഫോൺ എടുത്താ എന്താ? ദുർഗ ഇവിടെ സിറ്റി ഹോസ്പിറ്റലുണ്ട്. ഏ നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഇത്ര തവണ വിളിക്കുമ്പോൾ അറിയില്ലേ കാർത്തി എന്തെങ്കിലും അത്യാവശ്യമുള്ളതുകൊണ്ടാണെന്ന്? ഞാൻ പ്രൊഡ്യൂസറായിട്ട് ഇത് നിനക്ക് തരാൻ വേണ്ടി ദുർഗ എൻ്റെ തന്നതാ. പക്ഷെ ഇതിങ്ങനെ ആയിരുന്നില്ല തരേണ്ടത്. താൻ അടിപൊളിയാടോ. ഒത്തിരി നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ തന്നോട് ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയത്. പക്ഷേ അതൊരിക്കലും നടക്കാൻ പാടില്ല. നമ്മൾ ഒന്നിക്കാൻ പാടില്ല. തൻ്റെ ലൈഫിൽ എന്നെ പോലൊരു റിസ്ക് എടുത്തു വയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാ താൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും പറയാതിരുന്നത്. ഇഷ്ടം ഉണ്ടായിട്ടും ഇഷ്ടമില്ല എന്ന ഒരാളോട് പറയുന്നത് ഒത്തിരി പെയിൻഫുള്ളാണ് കേട്ടോ. അതുപോലെ ഇഷ്ടമായിരുന്നിട്ടും ഒന്നിച്ച് പോകാൻ പറ്റാത്തതും ഒത്തിരി സങ്കടം ഉണ്ടാക്കും. പിന്നെ ആ സമയം എനിക്ക് തന്നോട് ദേഷ്യപ്പെട്ട് ഫോൺ വെക്കായിരുന്നു. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുടെ വായിന്ന് ഒരു ചെറിയ മോശം വാക്ക് പോലും വലിയ സങ്കടം ഉണ്ടാക്കും. സാർ, അവിടെ നമ്മൾ എ ഫിലിം ബൈ കാർത്തി എന്ന് എഴുതി കാണിക്കും. പിന്നെ നായികയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള സസ്പെൻസ് ബാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പടം അവസാനിപ്പിക്കുക. കഥയൊക്കെ എനിക്കിഷ്ടമായി. നമുക്കിത് ചെയ്യാം. താൻ കഥ പറഞ്ഞതുപോലെ തന്നെ പടവും ഗംഭീരാവട്ടെ. തൻ്റെ ആദ്യത്തെ പടം പോലെ. താങ്ക് യു സോ മച്ച് സർ. അല്ല കാർത്തി, ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചടോ? സാർ, പെൺകുട്ടി അവള് വേണ്ട, താനത് പറയണ്ട. ഈ ലോകത്ത് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് മുഴുവനും ഒന്നിക്കാതെ പോയ പ്രണയങ്ങളാ. ഇതൊരു ചരിത്രമാവട്ടടോ. താങ്ക് യു സർ. ഓക്കെ കാർത്തി, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ.